PJ ജോസഫിന് താക്കീതുമായി KM മാണി. ഏത് മുന്നണിയിൽ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് KM മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നതെന്നും മാണി പറഞ്ഞു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാ. എങ്ങോട്ട് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഇപ്പോൾ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോൾ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഗവർണർക്കെതിരെ വിമർശനവുമായി BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. ഗവർണർ അനങ്ങപ്പറന്നയം അത് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രതികരിക്കാൻ അങ്ങക്ക് പേടിയാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോ തലമുനിച്ച് എനിക്ക് പിണറായി വിജയനെ പേടിയാണ്, ഞാൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയാനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിലും RSSന്റെ ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിൽ പീപ്പിൾ TV പുറത്തുവിട്ടു. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അക്രമം നടന്നത്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം. അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. മലയാളിയായ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതിനെ AG's ഓഫീസിൽ നിന്നും പുറത്താക്കുന്നു. മതിയായ ഹാജരില്ലെന്ന കാരണം പറഞ്ഞാണ് വിനീതിനെ AG's ഓഫീസ് വിനീതിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചേരുന്നു. ജിതിൻ, ലോകമറിയുന്ന അത്തരത്തിലൊരു മലയാളി താരത്തോട് എന്താണ് AG's ഓഫീസ് കാട്ടുന്നത്? അജിംഷാദ്, മലയാളി താരമായ CK വിനീത് തിരുവനന്തപുരത്തെ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ഓഡിറ്ററായാണ് നിലവിൽ ജോലി നോക്കുന്നത്. ഈ ജോലിക്ക് കൃത്യമായി ഓഫീസിൽ എത്തുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിനീതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചന തനിക്ക് ലഭിച്ചു എന്നതാണ് വിനീത് നമ്മോട് തന്നെ നേരത്തെ വ്യക്തമാക്കിയത്. 2012 ദേശീയ ടീമിൽ ഇടം നേടിയതിനെ തുടർന്ന് സ്പോർട്സ് കോട്ടയിൽ വിനീതിന് AG's ഓഫീസിൽ ജോലി ലഭിച്ചത്. പിന്നീട് വിനീതിന് I ലീഗിൽ ബംഗളൂരു FCയുടെയും ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും എല്ലാം കളിക്കാരനായി ഇടം നേടാൻ സാധിച്ചു. പിന്നീട് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ യോഗ്യതാ മത്സരത്തിലുള്ള ഇന്ത്യൻ ടീമിലും വിനീത് അംഗമായിരുന്നു. ഇപ്പോൾ ഫെഡറേഷൻ കപ്പിനായി കട്ടക്കിലാണ് വിനീത് ഉള്ളത്. ഈ ഇത്തരം മത്സരങ്ങളുടെ പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ തിരക്കിനിടയിലായതിനാലാണ് ഓഫീസിൽ വിനീതിന് എത്താനാവാതിരുന്നത്. കളിയുടെ തിരക്കിൽ ആണ് എന്നത് വിനീത് ഓഫീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഓഫീസിൽ എത്തുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി വിനീതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ AG's ഓഫീസിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും തിരുവനന്തപുരത്തെ AG's ഓഫീസിലേക്ക് അറിയിപ്പ് ലഭിച്ചതായാണ് AG's ഓഫീസിൽ നിന്ന് വിനീതിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കളി നിർത്തിക്കൊണ്ട് തനിക്ക് ജോലിയിൽ തുടരാനാവില്ല എന്ന നിലപാടിലാണ് വിനീത് ഉള്ളത്. ഫുട്ബോൾ കളി നിർത്തിക്കൊണ്ട് ഓഫീസിൽ വരാനാകില്ല എന്ന് തന്നെയാണ് വിനീത് നമ്മോടും പീപ്പിൾ TVയോടും നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ദേശീയ താരത്തിനെതിരെയാണ് ആ താരത്തിന്റെ കരിയർ നശിപ്പിക്കുന്ന തരത്തിലാണ് AG's ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നീക്കം നടക്കുന്നത്. അന്തർദേശീയ തലത്തിലേക്ക് ഉയരാവുന്ന ഒരു താരത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ AG's ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ N പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ മുൻ എം പി പീതാംബരക്കുറുപ്പും മുൻ MLA MP വിൻസെന്റും 22 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. 2013 നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. DGPക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ MP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കേസിൽ മൂന്നാം പ്രതിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N പീതാംബരക്കുറുപ്പിന്റെ പങ്കാളിത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി. രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഉടൻ അറസ്റ്റുണ്ടായേക്കും എന്നാണ് സൂചന. ഒന്നാം പ്രതി ഷിബു ടി ബാലനും മൂന്നാം പ്രതി പീതാംബരക്കുറുപ്പുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. രജൌരി സെക്ടറിലെ ചിത്തി ബക്രി മേഖലയിൽ പാകിസ്ഥാൻ വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തി. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്നലെ നൌഷാര മേഖലയിലും പാകിസ്ഥാൻ ശക്തമായ പ്രകോപനം നടത്തിയിരുന്നു. വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പശു സംരക്ഷണത്തിന്റെ പേരിൽ യുവാവിനോട് ക്രൂരത. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് സംഭവം. യുവാവിനെ ഒരു സംഘം ആൾക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തരേന്ത്യയിൽ വ്യാപകമായി പശു സംരക്ഷണത്തിന്റെ പേരിൽ അക്രമവും കൊലപാതകവും നടന്നുവരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ദൃശ്യങ്ങളും പുറത്തുവരുന്നത്. കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യ നൽകിയ ഹർജിയിൽ നാളെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വാദം ആരംഭിക്കും. ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് നിലവിൽ വധശിക്ഷയ്ക്ക് അന്താരാഷ്ട്ര കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വധശിക്ഷയെ ശക്തമായി ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. നെതർലാൻഡ്സിലെ ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നാളെ രാവിലെ പ്രാദേശിക സമയം 10 മണിയോടെ വാദം ആരംഭിക്കും. 10 മണി മുതൽ 11:30 വരെ 1.5 മണിക്കൂർ ഇന്ത്യക്ക് വാദിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 4:30 വരെ 1.5 മണിക്കൂർ പാകിസ്ഥാനും നിലപാട് അറിയിക്കാം. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. വിയന്ന കൺവെൻഷൻ ഉടമ്പടിക്ക് വിരുദ്ധമായാണ് പാകിസ്ഥാൻ ജാദവിന്റെ വിചാരണയും ശിക്ഷാവിധിയും പുറപ്പെടുവിച്ചതെന്നാണ് ഇന്ത്യയുടെ വാദം. അതേസമയം പാകിസ്ഥാൻ അറ്റോർണി ജനറൽ അഷ്താർ ഔസഫ് കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും സൈനിക മേധാവികളുമായി കേസിനെക്കുറിച്ച് തിരക്കിട്ട ചർച്ചയിലാണ്. വധശിക്ഷ ശക്തമായി ന്യായീകരിക്കാനാണ് പാക് തീരുമാനം. വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത് തെറ്റാണെന്ന് വാദിക്കുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കേസുകൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരിധിയിൽ വരുന്നില്ലെന്ന് മറ്റൊരു കേസിൽ 1996 ഇന്ത്യ വാദിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ കോടതിയെ അറിയിക്കുമെന്നും സൂചനയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും കോടതി നടപടികളും എല്ലാവർക്കും കാണാനായി തത്സമയം കോടതി വെബ്സൈറ്റിൽ കാണിക്കാനും നീതിന്യായ കോടതി തീരുമാനിച്ചു. ജാദവിന്റെ വധശിക്ഷ ഒഴിവാക്കാനായി എല്ലാ നയതന്ത്ര സമ്മർദ്ദങ്ങളും നടത്തുകയാണ് നീതിന്യായ കോടതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. പെട്രോൾ പമ്പുകൾക്ക് ഇന്ന് മുടക്കം. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം പെട്രോളിയം ഡീലർമാർ നടത്തുന്ന ഏകദിന സമരം. പെട്രോളിയം ഡീലർമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പമ്പുകൾ അടച്ചിടുന്നത്. 2012 അംഗീകരിച്ച റിപ്പോർട്ട് നടപ്പാക്കാതെ എണ്ണ കമ്പനികൾ വഞ്ചിക്കുകയാണെന്ന് കൺസോർഷ്യം ഓഫ് ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് ആരോപിച്ചിരുന്നു. ഈ ആവശ്യം മുൻനിർത്തിയുള്ള 2ാം ഘട്ട സമരം കൂടിയാണിത്. EMS സ്മരണയിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് വൻ ജനപങ്കാളിത്തത്തോടെ പ്രഥമ കേരള മന്ത്രിസഭയുടെ 60ാം വാർഷികാഘോഷം. നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചാണ് EMS ആദ്യ കേരള നിയമസഭയിൽ അംഗമായതും മുഖ്യമന്ത്രിയായതും. EMS സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ഇപ്പോഴത്തെ LDF സർക്കാരിന് ഊർജം പകരുന്നതായി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരെ വിസ്തൃതിയുണ്ടായിരുന്ന നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് EMS കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാകുന്നത്. EMSുമായി വൈകാരിക ബന്ധമുള്ള നീലേശ്വരത്ത് സംഘടിപ്പിച്ച ആദ്യ മന്ത്രിസഭയുടെ 60ാം വാർഷികാഘോഷം വൻ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. EMSന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തവരുൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ചരിത്ര സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന നീലേശ്വരം കോവിലകത്തിന്റെ ഭരണവിഭാഗം സമുച്ചയത്തിന്റെ അങ്കണത്തിലായിരുന്നു പൊതുസമ്മേളനം. 1ാം EMS സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഇപ്പോഴത്തെ LDF സർക്കാരിന് ഊർജം പകരുന്നതായി
60ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, 57 ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷങ്ങൾക്കാകെ ആവേശം പകർന്നൊരു ഗവൺമെന്റാണ്. ഇപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീർച്ചയായും 57 ഗവൺമെന്റ് ചിന്തിച്ച വഴിക്ക് നീങ്ങുന്ന ഒരു ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ നാടിന്റെ വികസനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായതും സർവതല സ്പർശിയായതും സമഗ്രവുമായ വികസനമാവണം എന്ന കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഒന്നൊന്നായി വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാതിമത ശക്തികളെ കൂട്ടുപിടിച്ചും CIA സഹായം സ്വീകരിച്ചും അന്നത്തെ സർക്കാരിനെ അട്ടിമറിച്ച വിമോചന സമരവും അനുസ്മരിച്ചു. വിമോചന സമരമാണ് കേരളത്തിൽ ജാതിമത ശക്തികളെ വളർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ അവസരവാദപരമായ നിലപാട് അന്ന് കോൺഗ്രസ് ആണ് നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതേവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രവണത ശക്തിപ്പെടാനിടയാക്കി. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ശക്തമായൊരു നാടായിരുന്നു. ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ജാതീയമായി മതപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വലിയ പ്രാമുഖ്യം ഇല്ലാതെ വന്നിരുന്നു. ജാതിമത സംഘടനകൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനം കൊടുത്തു. അതിന് തുടക്കം കുറിക്കുന്നത് വിമോചന സമരവും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുമാണ് എന്ന് നാം ഓർക്കണം. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പി കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയ LDF നേതാക്കളും പ്രസംഗിച്ചു. KP സതീഷ് ചന്ദ്രൻ മുഖ്യമന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടപാടുകാരിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് നിയമം ഉള്ളപ്പോഴാണ് SBI ചട്ടലംഘനം നടത്തിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പഴയ നോട്ടുകൾ മാറുന്നതിന് ഒരു തരത്തിലും സർവീസ് ചാർജ് വാങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് റിസർവ് ബാങ്ക് 2014 പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ SBI ഓരോ ഇടപാടിനും സർവീസ് ചാർജ് വാങ്ങുന്നത് റിസർവ് ബാങ്ക് നിയമങ്ങളുടെ ലംഘനമാണെന്നതാണ് സത്യം. ബാങ്കിംഗ് സേവനങ്ങൾക്ക് SBI സർവീസ് ചാർജ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് റിസർവ് ബാങ്ക് ആക്ടിൽ പറയുന്നത്. റിസർവ് ബാങ്ക് ആക്ട് സെക്ഷൻ 22, 27, 39 എന്നീ വകുപ്പുകളുടെ ലംഘനമാണ് SBIയുടേതെന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പഴയ നോട്ടുകൾ മാറി നൽകുന്നതിന് സർവീസ് ചാർജ് ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ് സെറ്റിൽമെന്റ് 2014 ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവിന്റെ സ്പഷ്ടമായ ലംഘനമാണ് ഇപ്പോൾ SBI നടത്തിയിരിക്കുന്നത്. ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഇപ്പോൾ SBI ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം നിയമപരമായി നിലനിൽക്കുന്നതല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം നൽകിയിരിക്കുന്ന സർക്കുലർ അനുസരിച്ചല്ല ഇപ്പോൾ SBI ഇറക്കിയിരിക്കുന്ന ഉത്തരവ്. 2, സാധാരണ ജനങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് അകറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ്. പണമിടപാടുകളിൽ സർവീസ് ചാർജ് ഈടാക്കണമെന്നുള്ള SBIയുടെ നിബന്ധന നിയമപരമായി RBI ആക്ടിൻ്റെ സെക്ഷൻ 27, RBI ആക്ടിൻ്റെ സെക്ഷൻ 39, RBI ആക്ടിൻ്റെ സെക്ഷൻ 22 എന്നിവയ്ക്ക് വിരുദ്ധമാണ്. റിസർവ് ബാങ്കിന്റെ ഡെലിഗേറ്റ് പവറാണ് SBI കൈയടക്കിയിരിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. RBI ആക്ട് 39 അനുസരിച്ച് പഴയ നോട്ടുകൾ മാറുന്നതിനും നാണയം മാറി നോട്ടുകൾ വാങ്ങുന്നതിനും ജനങ്ങളിൽ നിന്നും സർവീസ് ചാർജ് വാങ്ങരുതെന്ന നിയമമുള്ളപ്പോഴാണ് SBI ചട്ടലംഘനം നടത്തിയിരിക്കുന്നതും. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. വാർത്തകളിലേക്ക്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാൻ ഈ മാസം അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകും. മെഷീനിൽ ക്രമക്കേട് നടത്താനാകുമെന്ന് പാർട്ടികൾക്ക് തെളിയിക്കാം. മെഷീൻ പരിശോധിക്കാൻ സമയം അനുവദിക്കാമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ പാർട്ടികളുമായുള്ള യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. 7 അഖിലേന്ത്യാ പാർട്ടികളുടെയും 35 സംസ്ഥാന പാർട്ടികളുമടക്കം 42 അംഗീകൃത പാർട്ടികളുടെ യോഗം ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. യോഗ തീരുമാനപ്രകാരം ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കപ്പെട്ട മെഷീൻ പരിശോധിക്കാൻ കമ്മീഷൻ പാർട്ടികൾക്ക് ഉറപ്പും നൽകി. എന്നാൽ യോഗത്തിന്റെ സമയം അന്ന് നിശ്ചയിച്ചില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റംഗങ്ങളുടെയും അനൌദ്യോഗിക യോഗപ്രകാരം ഈ മാസം അവസാനം മെഷീൻ പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അനുവദിക്കാമെന്നാണ് തീരുമാനം. അടുത്തയാഴ്ച പകുതിയോടെ പരിശോധനാ തീയതി രാഷ്ട്രീയ പാർട്ടികളെ ഔദ്യോഗികമായി അറിയിക്കും. സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മെഷീൻ നേരിട്ട് പരിശോധിച്ച് ക്രമക്കേട് തെളിയിക്കാൻ പാർട്ടികൾക്ക് അവസരമുണ്ടാകും. നേരത്തെ ദില്ലി നിയമസഭയിൽ AIP MLA പ്രദർശിപ്പിച്ച മെഷീൻ തങ്ങളുടേതല്ലെന്നാണ് കമ്മീഷന്റെ അവകാശവാദം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതീക്ഷിച്ചത്ര വേനൽ മഴ ലഭിക്കാത്തതിനാൽ തൃശൂർ ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുകയാണ്. പ്രവചനങ്ങൾക്കനുസരിച്ച് ഇനിയും മഴയുണ്ടായില്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും മുടങ്ങും. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോഴുള്ളത്.
ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിരുന്നു. വേനൽ മഴയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ലെങ്കിലും തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ നിലവിൽ വിതരണം തുടരാനുള്ള വെള്ളമുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജലമെത്തിക്കുന്ന ചിമ്മിനി ഡാമിൽ 2.89 മില്യൺ ക്യൂബിക് മീറ്റർ ജലനിരപ്പാണ് ഉള്ളത്. ഈ നില തുടർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തും. 22 വർഷത്തിനിടെ ആദ്യമായാണ് ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വരൾച്ച ഭയങ്കര അധികം കണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്താണ്. കാരണം എന്താ വെച്ചാൽ മഴ വളരെയധികം കുറവായിരുന്നു. കഴിഞ്ഞ വർഷം വളരെയധികം കുറവായിരുന്നു. റിസർവറിൽ വെള്ളം ഏരിയ ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നുണ്ടോ ഇത്ര ഏരിയയിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. നിലവിൽ 40.04 മീറ്റർ ജലം അവശേഷിക്കുന്നുണ്ട്. ഇത് 40 മീറ്ററിന് താഴെ എത്തിയാൽ കുറുമാലിപ്പുഴയുടെ തീരത്തെ ജനങ്ങൾ വരൾച്ചയുടെ പിടിയിലാകും. ഈ മാസം പരക്കെ മഴ ലഭിച്ചാൽ മാത്രമേ ഡാമുകളിലെ ജലനിരപ്പ് പിടിച്ചു നിർത്താനാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ.